നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളുടെ ഈ പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ഡോക്യുമെന്റേഷൻ വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഇപ്പൊ പശുക്കൾക്കെല്ലാം നമ്മളിവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ വളരെ അധികം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഡെയിലി നമുക്ക് ഇത് പ്രൊഡക്ഷൻ ചെയ്ത് ഡെയിലി ഉണ്ടാവുന്ന ചാണകം അപ്പപ്പോ നമ്മള് ചാണകം ഉണക്കുകയാണ്. ഈ കാണുന്നത് ഉണക്കി ചെയ്യുന്ന? അതെ, ഈ കിടക്കുന്നത് ഇന്നലെ ഉണക്കിയിട്ടേക്കണ ചാണകമാണ്. അതെ, ഇത് ചാണകപ്പൊടിയാണ്. അതെ, കയ്യിൽ ഒരു തുള്ളി ആവില്ല, മണവും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചെന്താ തീറ്റ. അല്ലല്ല, ഇത് ഈ ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഈ XLP ഷീറ്റ് ചെയ്ത ചൂട് വളരെയധികം കുറയും. അത് ഏത് സ്ഥലത്താ ഏത് ഫാമിലായാലും നമുക്കിത് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഫെയിലിയർ ആവുന്ന ഒരുപാട് പശു ഫാമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ കൃത്യമായി ഡോക്യുമെന്റേഷനോട് കൂടി സക്സസ് ആയിട്ട് റൺ ചെയ്യുന്ന ഫാമുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ട ആവശ്യകത എന്താ, ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് 20 പശുക്കളുള്ള വലിയൊരു ഫാമിലാണ്. അതും സക്സസ്ഫുൾ ആയിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു പശു ഫാമാണ്. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഫാമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. നമസ്കാരം, എന്റെ പേരെന്താ? എന്റെ പേര് നിഖിൽ. നമ്മുടെ ഈ സ്ഥലം ഒന്ന് പറയാമോ? ഇത് നെടുമ്പാശ്ശേരിക്ക് അടുത്ത് അത്താണി, എയർപോർട്ടിന് അടുത്താണ്. അത്താണി അല്ലേ? എത്ര നാളായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ഷീര മേഖലയിലോട്ട് വന്നിട്ട്? നമ്മള് ഇവിടെ കാലങ്ങളായിട്ട് നമ്മുടെ ചെറുപ്പം തുടങ്ങിയ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട് പശുക്കൾ ഉള്ളതാണ്. അന്ന് 1-2 പശുക്കളൊക്കെ സ്ഥിരമായിട്ടുണ്ട്. നമ്മളിതൊരു ബിസിനസ് ആംഗിളിൽ നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ട് 1 വർഷമായി. 1 വർഷമായി. ഈ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു മേഖല വിട്ടു പോകാനുള്ള അത് നമ്മൾ കറക്റ്റ് ബിസിനസ് നോക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലെ ഇന്നോവേറ്റീവ് ആയ ഐഡിയാസ് ഒക്കെ ചെയ്ത് എഫേർട്ടുകൾ മാക്സിമം കുറച്ച് അന്നാ ആത്മാർത്ഥതയോടുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ വളരെ കണക്കൂട്ടൽ ഒരു ബിസിനസ് ആംഗിളിൽ നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ കൃഷി ഒരു ബിസിനസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കൃഷി ഒരു ബിസിനസ് ആണ്. നമുക്കൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാവുന്ന ഒരു IT ജോലിയും അല്ല, ഒരു ഗൾഫിൽ പോകുന്ന ആൾക്കാരെ പോലെ തന്നെ എടുക്കാവുന്ന ഒരു മേഖല തന്നെയാണ് കൃഷിയും. നമ്മളും ഇപ്പൊ ഒരു ഓഫീസിൽ പോയി നല്ല വൈറ്റ് കോളർ ജോബ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, സെയിം ജോബ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇടുന്ന എഫേർട്ട് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒക്കെ ഒരാള് ഓഫീസിലുള്ള ടെൻഷൻ പോലെ തന്നെ നമുക്കും ആ രീതിയിൽ കൂടെ തന്നെ നമുക്കും കടന്നു പോകേണ്ടതാണ്. ഈ ഒരു ഫാം വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് പറയാമോ? നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളുടെ ഈ പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ഡോക്യുമെന്റേഷൻ വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഇപ്പൊ പശുക്കൾക്കെല്ലാം നമ്മളിവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ വളരെ അധികം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡോക്യുമെന്റേഷൻ ബേസിസിൽ നമുക്ക് തീറ്റ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമുക്ക് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഈ പശു ഫാം സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങിയുള്ള എല്ലാ ഹിസ്റ്ററിയും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പശുവിനെ മാറ്റാനും അതിന്റെ തീറ്റ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഫാമിലെ ചെലവ് എന്ന് പറഞ്ഞാൽ തീറ്റ ചെലവാണ്. അപ്പൊ നമുക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് നമുക്ക് ഉണ്ടായേ പറ്റൂ. അതിന് നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് അതൊരു ബിസിനസ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത്. അതിന് തന്നെ ഒരു ഡാറ്റ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ വരും. നമ്മൾ അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മെച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഡോക്യുമെന്റ് ചെയ്തേ പറ്റൂ. ഞാൻ പറയാ, ഡോക്യുമെന്റ് ചെയ്ത ഇപ്പൊ നഷ്ടമാണെന്ന് പറയുന്ന പലർക്കും ഫാം ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം, എന്റെ ഒരു വിശ്വാസവും. ഓക്കെ, അപ്പൊ ഈ ഡോക്യുമെന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒന്ന് ശരിക്കും പറയാമോ? രാവിലെ വൈകുന്നേരം കിട്ടുന്ന പാലിന്റെ അളവ് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ പാല് ഡോക്യുമെന്റ് ചെയ്യാം. നമുക്ക് ഒരു പശുവിന് എത്ര പാൽ ഉൽപാദനം ഉണ്ട്, നമുക്കൊരു ബക്കറ്റിൽ ഒരു അളവല്ല നമുക്ക് വേണ്ടത്, കൃത്യമായ ഒരു മെഷറിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമുക്ക് വെയിങ് സ്കെയിലുകൾ കിട്ടൂല, അതിൽ മെഷർ ചെയ്യാന്നുള്ളത് തന്നെയാണ് നമുക്ക് ആവശ്യം. എന്നാൽ മാത്രമാണ് ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്കിപ്പോ ഒരു 1/2 ലിറ്റർ പാല് കുറഞ്ഞാൽ ആ പശുവിന് എന്താ സംഭവിച്ചിരിക്കുന്നത് അന്വേഷിക്കാനുള്ള ഒരു കാര്യം വരും അല്ലെ?
ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യണവർക്ക് ചിലപ്പോൾ പശുവിനെ കറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മള് ലേബേഴ്സിനെ വെച്ച് ചെയ്യുമ്പോൾ ഓരോ പശുവിലും മാറ്റം, പശുവിന്റെ മാറ്റങ്ങൾ അതിന്റെ പ്രൊഡക്ഷനിൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ പാല് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു മതിലക്ഷണം പോലെയുള്ള കാര്യങ്ങളായാലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ പണിക്കാർ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ഈ ഡോക്യുമെന്റും ഡാറ്റയും ഉള്ളപ്പം എളുപ്പമാണ്. നമുക്ക് ആ ഡാറ്റ നമ്മുടെ ഫാമില് എന്തായാലും എന്റെ ഒരു പോളിസി അനുസരിച്ച് ആ ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്ര പശുവിനെ കൂടിയാലും ആ ഡാറ്റ എൻട്രി വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്നാലാണ് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ഹോബി ആയിട്ട് നടത്തേണ്ടി വരും. പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് എത്ര പശു ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ ലേബർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പശുവിന് മേലെ ഉണ്ടെങ്കിൽ, ഒരു 15-20 പശുവെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു ബിസിനസ് ആംഗിളിൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ, പണിക്കാരെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു 20 പശുവെങ്കിലും വേണം. നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ ഉള്ള പശുക്കളായിരിക്കണം. നമുക്കൊരു അത്യാവശ്യം ഒരു 250 ലിറ്റർ എങ്കിലും മേലെ പ്രൊഡക്ഷൻ നമുക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് 250 വേണം. എന്നാലാണ് നമ്മൾ ഇതിനുള്ള എഫേർട്ട് കാര്യമുള്ളൂ. അപ്പൊ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള പശുക്കളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. അത് നമുക്കിങ്ങനെ എപ്പോഴും നമുക്ക് പറയുന്ന പശുക്കളെ കിട്ടണം എന്നില്ല. പശുക്കളെ സെലക്ട് ചെയ്യണതിൽ നമ്മൾ ശ്രദ്ധിച്ച് അത് നോക്കി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടെ നമ്മൾ അതിനെ സെലക്ട് ചെയ്ത് ആ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കണം. ആ പാല് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതില് നമുക്ക് ഇതുപോലെയുള്ള കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്തെ, നമ്മളിപ്പോ TMR കൊടുത്തിട്ട് ഇപ്പൊ ഒരു 3 മാസത്തിലായുള്ളൂ. ഈ 3 മാസം മുമ്പുള്ള പ്രൊഡക്ഷൻ, ആ ടോട്ടൽ പ്രൊഡക്ഷനിൽ നിന്നും ഈ TMR കൊടുത്തിട്ടുള്ള ഒരു ടോട്ടൽ ഉണ്ടല്ലോ, അത് എന്തോരം വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പശുക്കൾക്കൊക്കെ 2-3 ലിറ്റർ വ്യത്യാസം ഉണ്ടെന്ന്. ഇടക്കറവ പശുക്കൾക്ക് പോലും TMR കൊടുത്തപ്പോൾ നമുക്ക് പാല് കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇവിടെ പല പശുക്കളും അകിടിയൊക്കെ വന്ന് പാല് കുറഞ്ഞു പോയി, പ്രൊഡക്ഷൻ കുറഞ്ഞ് നമ്മൾ ഒഴിവാക്കണം എന്ന് വിചാരിച്ചു വെച്ച പശുക്കളാണ്. പക്ഷെ അത് നമ്മൾ ഫുള്ളി TMR ആയപ്പോ അതൊക്കെ അതിന്റെ പഴയ പ്രൊഡക്ഷനിലേക്ക് പശുക്കൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ദിവസം നമുക്ക് എത്ര പശു ഉണ്ട് ചേട്ടാ? നമുക്ക് ഇവിടെ 20 പശുക്കളാണ് ഉള്ളത്. 20. അപ്പൊ ഇതിന് തുടക്കം എങ്ങനെയായിരുന്നു? എത്ര പശുവായിരുന്നു? നമ്മള് 2 പശുവിൽ നിന്നാണ് തുടങ്ങിയത്. പയ്യെ ഘട്ടമായി ചെയ്ത് പിന്നെ നമ്മള് ബിസിനസ് ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു 20 പശുവെങ്കിലും തുടക്കത്തിൽ ഉണ്ടായാൽ പോലാണ് നമുക്ക് ഇതിനൊരു എഫേർട്ട് എടുക്കണോണ്ട് മെച്ചമുള്ളൂ. അതുകൊണ്ട് നമ്മൾ 20 പശുവാണ്. ഇനി നമ്മളത് എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്രത്തിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആഗ്രഹം ഒരു 200-300 പശുക്കളുള്ള ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 1-2 മെഷീൻസ് അവിടെ ഉണ്ടായിരുന്നല്ലോ. നമ്മളിവിടെ പ്രഷർ വാഷർ, അത് തൊഴുത്ത് കഴുകാനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെയധികം വെള്ളം കുറവ് മതി ഈ പ്രഷർ വാഷർ ഉപയോഗിച്ച് നമ്മള് കഴിയുമ്പോ. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള മെഷീനാണ്. വളരെ വെള്ളം കുറഞ്ഞ് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മള് ചാണകം ഉണക്കുന്ന മെഷീനാണ് പിന്നെ ഉള്ളത്. ചാണകം ഉണക്കുന്ന മെഷീൻ അല്ലേ? ഓക്കെ. അത് എത്രത്തോളം ഉപകാരപ്രദമാണ് ശരിക്കും? അത് നമുക്ക് ഉപകാരപ്രദമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലം അതിനു വേണ്ടി പോവും. പിന്നെ മണം വരാനുള്ള ചാൻസുകൾ. നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഡെയിലി നമുക്കിത് പ്രൊഡക്ഷൻ ചെയ്ത് ഡെയിലി ഉണ്ടാവുന്ന ചാണകം അപ്പപ്പോ നമ്മള് ചാണകം ഉണക്കുകയാണ്. ഈ കാണുന്നത് ഉണക്കി ചെയ്യുന്ന? അതെ. ഒരു ചാക്ക്. ഇപ്പൊ ഇതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് പോലും ചാണകം ഉണങ്ങിയത് കിട്ടും. വെയിൽ കൊള്ളാതെ ഉണങ്ങുന്ന ചാണകമാണ് ഈ കിടക്കുന്നത്. ഇന്നലെ ഉണക്കിയിട്ടേക്കണ ചാണകമാണ്. അതെ, ഇത് ചാണകപ്പൊടിയാണല്ലോ. അതെ, കയ്യിൽ ഒരു തുള്ളി ആവില്ല, മണവും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ച എന്താ തീറ്റ. അല്ലല്ല, ഇത് മേളി കിടക്കുന്നത് അങ്ങനെ ഉണങ്ങി കിടക്കുന്നോണ്ട് കാണാം. ഇത് ചാണകപ്പൊടിയാണ്, നല്ല ഫൈനായിട്ടുള്ള ചാണകപ്പൊടി. ഒരു മണം പോലും ഉണ്ടാവില്ല. എത്രത്തോളം എക്സ്പെൻസീവ് വന്നു നമുക്കിത്? ഇത് ഏകദേശം 2.25 ലക്ഷം 3 ലക്ഷം രൂപയോളം ഫുള്ളി ഇൻസ്റ്റാൾമെന്റ്, എല്ലാ സ്ലറി പമ്പും എല്ലാം കൂടി ചേർത്ത് ഏകദേശം 3 ലക്ഷം രൂപയോളം ചെലവ് വന്ന ഒരു മെഷീൻ. പിന്നെ നമ്മളിവിടെ ചൂട് കുറയ്ക്കാനായിട്ട് ഇവിടെ സീലിംഗ് XLP ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫാമിന്റെ അകത്ത് ഉച്ചനേരമായാൽ പോലും നല്ല കൂളിംഗ് ആണ്. ആ കാണുന്ന ഗ്യാപ്പ് അതുകൊണ്ടാണല്ലേ? ഗ്യാപ്പ് അല്ല, നമ്മള് ഗ്യാപ്പ് ഇട്ടേക്കണത് ചൂടയർ പോകാനായിട്ടാണ്. പിന്നെ ഈ ഷീറ്റ് ഫോയിൽ, അലൂമിനിയം ഫോയിൽ ഷീറ്റ് ചെയ്തേക്കണതുകൊണ്ട് ഇപ്പൊ ചേട്ടനകത്തേക്ക് ചെന്നതായാലും അറിയാം, നമ്മൾ ഇവിടെ നിൽക്കണേക്കാളും ചൂട് കുറവാണ്. അതുകൊണ്ട് പശുവിന് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ ചൂട് കൂടി തന്നെ പശു ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് ചേട്ടനകത്ത് വെക്കുമ്പോ അതിന്റെ ഒരു കൂളിംഗ് എഫക്ട് ചേട്ടന് തന്നെ മനസ്സിലാവുന്നില്ലേ? അതൊരു സംഭവമാണല്ലോ. അടിപൊളി. അപ്പൊ എന്തായാലും ഒരു 10-15 പശുക്കളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് ബെറ്ററായിരിക്കും. ഈ ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഈ XLP ഷീറ്റ് ചെയ്ത ചൂട് വളരെയധികം കുറയും. അത് ഏത് സ്ഥലത്താ
ഏത് ഫാമിലായാലും നമുക്കിത് ചെയ്താൽ നമുക്ക് നല്ല പുറത്തേക്കാളും വളരെയധികം ചൂട് ഡിഫറൻസ് നമുക്കുണ്ട്. പശുക്കൾക്ക് യാതൊരു അണപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഫാൻ ഇട്ടില്ലെങ്കിൽ പോലും ചേട്ടൻ ഇപ്പൊ നമ്മളെ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ചേട്ടൻ നോക്കി നട്ടുച്ചയ്ക്ക് നമ്മൾ പുറത്ത് വെയിൽ സാധാരണ ഒരു ഷീറ്റിന്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഫാനോ ഒന്നും ഇപ്പൊ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല.